ഇന്നത്തെ റെസിപ്പി പഴം നിറച്ചതാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. എന്നാൽ ചിലർ ഈ ഒരു രീതിയിലായിരിക്കില്ല പഴം നിറക്കുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ പഴം നിറക്കാറുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിതിന് വേണ്ടി ആദ്യം 3 നേന്ത്രപ്പഴം വേണം. 3ഓ 4ഓ നേന്ത്രപ്പഴം എടുക്കാം. ഒരുപാട് പഴുത്തതും എടുക്കരുത്, എന്നാൽ തീരെ പഴുക്കാത്തതും എടുക്കരുത്. ഒരു മീഡിയം തരത്തിൽ പഴുത്ത പഴം എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പഴത്തിന് 2 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പഴത്തിലേക്ക് കത്തി വെച്ച് ഇതുപോലെ നന്നായിട്ടൊരു വരയിട്ട് കൊടുക്കുക. അടിഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ വേണം നമ്മൾ ഇതിന് വരയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതുപോലെ നമുക്ക് എല്ലാ പഴത്തിലും വരയിട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവൻ പഴത്തിലും ഞാൻ ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് പഴം നമുക്കിതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴം നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പഴം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. നമുക്ക് 2 രീതിയിൽ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം, തേങ്ങ വെച്ചിട്ടും മുട്ട വെച്ചിട്ടും. അപ്പോൾ ഞാനിവിടെ തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു തേങ്ങക്ക് പകരം മുട്ട വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കുക, 2ഓ 3ഓ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് ഈ ഒരു എണ്ണയിൽ വറുത്തെടുക്കാം. ഒരുപാട് കളർ മാറി വരുമൊന്നും വേണ്ട. അണ്ടിപ്പരിപ്പൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേങ്ങക്ക് പകരം ഈ സമയത്ത് മുട്ട വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു 3 മുട്ട വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് 4 പഴം വരെ നിറച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അഥവാ ഏലക്കാപ്പൊടി നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ഒരു 2ഓ 3ഓ ഏലക്ക ഒന്ന് കുത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു പഞ്ചസാര തേങ്ങയിൽ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പഞ്ചസാര തേങ്ങയിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം നമ്മുടെ പഴം നന്നായി തണുത്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫില്ലിങ് പഴത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം തന്നെ ഉള്ളിലോട്ടായിട്ട് നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം മുകൾ ഭാഗത്ത് ഫില്ലിങ് വെക്കുക, അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്ത് കൂടി നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ 2 ഭാഗത്തും ഞാൻ നന്നായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ പഴവും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നിറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.